ബ്രൂവറിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്തിന്റെ സ്പെഷ്യൽ ഗ്രാമസഭ. ബ്രൂവറിക്കെതിരെ വൻ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി. ഭരണസമിതി പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. ഗ്രാമസഭയിൽ ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. അത് വൈസ് പ്രസിഡന്റ് വായിച്ചു. ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഉണ്ടായത്. ആ ചർച്ചയിൽ നാട്ടുകാരും LDF മെമ്പർമാരും BJPയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത്. വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ്. നാട്ടുകാർ ഒന്നടങ്കം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നടങ്കം ഈ കമ്പനി ഇവിടെ വരരുത്, കാരണം മണ്ണും ജലവും കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുത് എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത്. 179 ആൾ പങ്കെടുത്ത ഒരു ഗ്രാമസഭയായിരുന്നു. ഇനി നമ്മൾ ഈ മണ്ണുക്കാട് പ്രദേശത്ത് തന്നെ 6-ാം വാർഡിൽ വീണ്ടും ഗ്രാമസഭ വിളിക്കാൻ പോവുകയാണ്. ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് 7-ാം വാർഡിലാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഗ്രാമസഭ ഉണ്ടായിരുന്നത്. അതേസമയം എലപ്പുള്ളി പഞ്ചായത്തിന്റെ എതിർപ്പിനെ പരിഹസിച്ച് മന്ത്രി MP രാജേഷ്. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന് മന്ത്രിയുടെ മറുപടി. നിയമാനുസൃതമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നല്ലേ ഇതൊക്കെ തെളിയിക്കുന്നത്. നിയമാനുസൃതം നടക്കുമെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭ അന്ന് തത്വത്തിൽ അനുമതി കൊടുത്തത് ബാക്കി എല്ലാ അനുമതികളും കിട്ടുന്നതിന് വിധേയമായിട്ടാണ്. ബാക്കി അനുമതികൾ അവർ നിയമാനുസൃതം നേടണം. നിയമാനുസൃതം നേടിക്കഴിഞ്ഞാൽ നയപരമായിട്ട് ഇപ്പോൾ തടസ്സമില്ല. നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് മുകളിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലല്ലോ. യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരപരിധിയുണ്ട്, പഞ്ചായത്തുകൾക്കും അതിൻ്റെ അധികാരപരിധിയുണ്ട്. ഇപ്പോൾ ഇത് നാട്ടിലുള്ള നിയമത്തിന് വിധേയമായിട്ടേ ഏത് സർക്കാരിനാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ, പഞ്ചായത്തുകൾക്കും അത്രേ പറ്റൂ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ബ്രൂവറിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്തിന്റെ സ്പെഷ്യൽ ഗ്രാമസഭ വൻ ഭൂരിപക്ഷത്തോടെ അവർ പ്രമേയവും പാസ്സാക്കി. പക്ഷേ ഇതിനെ പരിഹസിക്കുന്ന തരത്തിലാണ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണവും വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ഈ ഗ്രാമസഭയിലാണ് വൻ ഭൂരിപക്ഷത്തിൽ ഈ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ള പ്രമേയം അവർ പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾ ഒന്നടങ്കം അതിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ നാട്ടിലെ ജലദൗർബല്യത്തിന് ഉൾപ്പെടെ കാരണമായേക്കാവുന്ന ഭൂഗർഭ ജലനിരപ്പ് വളരെ അപകട നിലയിലുള്ള ഒരു പ്രദേശത്ത് സർക്കാർ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സ്പെഷ്യൽ ഗ്രാമസഭയിൽ ഒരുപാട് ആളുകൾ പിന്തുണച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ള പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പഞ്ചായത്തിൻ്റെ വിവിധ കോണുകളിൽ ഇത്തരത്തിൽ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭകൾ ഇനി വരും ദിവസങ്ങളിൽ ചേരുമെന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും പഞ്ചായത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്ന് ഈ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നതിനെ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് മന്ത്രി MP രാജേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. രാജേഷ് ഈ ഒയാസിസ് കമ്പനിയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് രാജേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല. എലപ്പുള്ളി പഞ്ചായത്ത് ആശങ്കയുള്ളത് മുഴുവൻ പ്രദേശവാസികൾക്കുമല്ല. ജല ദൗർബല്യത്തെക്കുറിച്ച് നേരത്തെ ചർച്ച ഉൾപ്പെടെ ചെയ്തതാണ്. ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടുമായിട്ടാണ് മന്ത്രി MP രാജേഷ് രംഗത്ത് വന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പാലക്കാട് തന്നെ ഇന്ന് നടന്ന എക്സൈസിൻ്റെ സെമിനാറിലും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ MP രാജേഷ് പ്രതികരണം നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് സ്പിരിറ്റ് ഉൽപ്പാദനം വലിയ രീതിയിൽ സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഉൽപ്പാദനം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കൂടുതൽ ഇടങ്ങളിൽ സ്പിരിറ്റ് ഉൽപ്പാദനം സംസ്ഥാനത്ത് നടത്തുമെന്നൊക്കെയായിരുന്നു മന്ത്രി MP രാജേഷ് ഇന്ന് പറഞ്ഞു വെച്ചത്.